ഈശോ. എടാ പുല്ലേ, ഓ നീ ആനയെ കുളിപ്പിച്ചോണ്ടിരിക്കാൻ പെട്ടി സാധനങ്ങൾ താത്തു വെക്കടാ. ഓ ശരി. എടാ മറ്റവന്മാരെ, ഈശോമറി യോസേപ്പേ, എസ്റ്റേറ്റിൽ എത്തിയോ? എടീ ചെവി പഞ്ഞു വെച്ചോ, ഇന്ന് തെറിയുടെ പൂരായിരിക്കും. അയ്യോ, എവിടെയാണ് നിന്റെയൊക്കെ മാപ്പിളമാര്? അച്ഛൻ ഷേവ് ചെയ്തോണ്ടിരിക്കുക. ആ, അവന് പറ്റിയ പണി അതൊക്കെ തന്നെയാ. ഞാൻ അങ്ങാടിയിൽ അവനൊരു പുതിയ കടയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വടക്കേങ്ങാടിക്കാരെ മൊത്തം അവൻ ചെരക്കട്ടെ. വടക്കേങ്ങാടിക്കാര് പെരുന്നാൾ കൊണ്ടുപോയി ആൻഡോച്ചാൻ എന്ത് പഴിച്ച്? എടീ, വക്കീല് പണി നിന്റെ കെട്ടിയവൻ പോളച്ചനല്ലേ, നിനക്കല്ലല്ലോ. എന്റെ മോള് വെറുതെ ലോ പോയിന്റ് എടുത്ത് അപ്പനെടുത്ത് കടുക് വറക്കാൻ നിക്കല്ലേ. അതേ വരുന്നു പൊണ്ണാപ്പി. എടാ എടാ എടാ, ഏതായാലും നീ ചെരച്ച് ആ മീശം കൂടെ ചെരച്ച് കളയടാ. എന്നിട്ട് സാരി എടുത്തോണ്ട് കുരിശുകൂട്ടുകാരെ മുറ്റമടിക്കാൻ പോ. ഓണോന്നും പറഞ്ഞ് നടക്കുന്നു. അപ്പൊ നോക്കിയോ, ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അവര് മനസമാധാനത്തോടെ നടത്തില്ല. പെരുന്നാൾ നമ്മൾ പൊളിക്കും. പിന്നെ ഒലത്തും. നിനക്ക് ആ വാവയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരായിരിക്കും. എടാ, അവൻ ഇപ്പോഴും അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോത്തനാണെങ്കിലും അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡൽ വരും. പണ്ടൊന്ന് കിട്ടിയതിന്റെ അനുഭവം വെച്ച് പറയുന്നതാ. എന്റെ മോൻ വെറുതെ നെഞ്ചും കൂടി തകർക്കാൻ പോകണ്ട. അപ്പൻ ആളെ ഇറക്കും, അവനെ മറിക്കാൻ പറ്റിയ കൊമ്പന്മാരെ ഇറക്കും. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അവര് നടത്തണമെങ്കിൽ നടത്തട്ടെ, വെറുതെ എന്തിനാ വഴക്കിന് പോകുന്നത്? എടാ ആൻഡോച്ചാ, എന്തോ? ഇവിടെ നീ തൊഴിക്കുവോ അതോ ഞാൻ തൊഴിക്കണോ? ഇവളെ ഞാൻ കേറി പൊടിയാത്ത നീ പൊടിയാത്ത്. ആ പിശാചു മോറികള്. ആടാ, എന്താപ്പാ ഇന്നല്ലേ ആ മീൻ ചെന്നലെ തല്ല് കേസിന്റെ വിധി? അതെ, ഈ കേസിലെങ്കിലും നമ്മൾ ജയിച്ചില്ലെങ്കിൽ ആ പോളച്ചം വക്കീലെ ഇന്ന് ഞാൻ കൊല്ലും. ആ ഒരിടത്ത് പോത്തമ്പാവ, ഇവിടെ 2 വെട്ടുപോത്തുകൾ.